عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا رب ബഹുമാനിതരായ ഈ പ്രദേശത്ത് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി ഘടകമായ വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന ഒരു മഹാസമ്മേളനത്തിന്റെ പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ഒരു മൂത്തേടം പഞ്ചായത്തിലൂടെ അതിന്റെ വാഹനം കടന്നു പോവുകയുണ്ടായി. അതിന്റെ സമാപനം എന്ന നിലക്കാണ് ഇവിടെ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, വഴിവിട്ട പാതയിലൂടെയാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എങ്ങും വിദ്യാർത്ഥി സമൂഹത്തിന്റെ അപജയത്തിന്റെ വാർത്തകളാണ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ സമൂഹത്തിന്റെ ഉന്നത നിലയിൽ വർത്തിക്കുന്ന ആളുകൾ തന്നെ തോന്നിവാസങ്ങളുടെ നിത്യവാഹകരാകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഏതാനും ചില വാർത്തകൾ മാത്രം പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടും. മൊബൈൽ ഫോണ് വാങ്ങിവെച്ചതിന്റെ പേരിൽ സ്വന്തം മാതാവിന്റെ കഴുത്തറുക്കുന്ന മകൻ, 14കാരനിൽ നിന്ന് ഗർഭിണിയാവുന്ന 9ാം ക്ലാസ്സുകാരി, ആലപ്പുഴയിൽ തന്റെ സഹപാഠിയെ അസൈൻമെന്റ് എഴുതി തരണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യുന്നു 18കാരൻ. ഇങ്ങനെ മദ്യത്തിലും മയക്കുമരുന്നിലും ദുഃഖങ്ങൾ കഴുകിക്കളയാനും ആനന്ദം കണ്ടെത്തുവാനും അതിലൂടെ കൂട്ടുകാരെ തേടുന്ന വലിയ വിഭാഗം വിദ്യാർത്ഥി സമൂഹമാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷരം നുകരേണ്ട ക്ലാസ് മുറികളിൽ പോലും കഞ്ചാവ് മണക്കുന്ന, മദ്യം മണക്കുന്ന ക്ലാസ് മുറികളായി ഈ ഒരു കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ വന്ന ഒരവസ്ഥ നമ്മുടെ കേരളക്കരയിലുണ്ടായി. അങ്ങോട്ട് നിയമമിറക്കി, അഥവാ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ വരണമെന്നൊരു നിയമം ഇവിടെ കൊണ്ടുവരികയാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ആഘോഷിക്കാൻ വേണ്ടി കോട്ടയത്തിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥികൾ മദ്യവുമായി ക്ലാസ് മുറിയിലെത്തി എന്നത് നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചവരാണ്. അതേ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് 10,000 രൂപയാണ് അധ്യാപകൻ പിടിച്ചെടുക്കുന്നത്.
ചോദ്യം ചെയ്തു. അപ്പോഴാണ് സ്വന്തം ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ സ്വർണമോതിരം മോഷ്ടിച്ച് അത് വിറ്റ പണമാണ് എന്ന കുട്ടി അധ്യാപകർക്ക് മുന്നിലെ മൊഴി കൊടുക്കുകയാണ്. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ തന്റെ സഹപാഠിയെ കൈകാലുകൾ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച് ആ മുറിവുകളിൽ ബാത്റൂമിലെ ലോഷൻ ഒഴിച്ച് റാഗിംഗ് ചെയ്യുന്നു. 16 വയസ്സുള്ള സുഹൃത്തിനെ അടിച്ചു കൊന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെ അത് പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെതിരെ അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ നടത്തി ആനന്ദം കണ്ടെത്തുന്നു. ലഹരിക്കടിമപ്പെട്ട് ലഹരി വാങ്ങാൻ പണമില്ലാതെ വന്നപ്പോ സ്വന്തം മാതാവ് ഉൾപ്പെടെ താൻ പ്രേമിക്കുന്ന തന്റെ പെണ്ണിനെയും തന്റെ കുടുംബത്തിലെ 6 പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു, 5 പേര് കൊല്ലപ്പെട്ടു. മാതാവ് രക്ഷപ്പെടുകയാണ്. ഞാൻ പറയുന്നത് മുൻപെങ്ങും ഇത്തരം തിന്മകൾ ലോകത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നല്ല. എന്നാൽ തിന്മകളെ ഇത്രത്തോളം ന്യായീകരിക്കുന്ന നിസ്സാരവൽക്കരിക്കുന്ന രീതി ഇന്ന് എല്ലാ സീമകളും കടന്നിരിക്കുകയാണ്. അഥവാ നന്മകൾ തിരിച്ചറിയാവാനാവാത്ത വിധം തിന്മകൾ കൂട്ടിക്കൊയഞ്ഞൊരു കാലഘട്ടത്താണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തിന്മയെ തിന്മയായി നോക്കിക്കാണാനുള്ള സാഹചര്യം പോലും ഇന്നത്തെ പുതിയ തലമുറക്കില്ല എന്നത് വാസ്തവമാണ്. മറ്റൊരു ഭാഗത്ത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളർന്നു പന്തലിച്ചു. ചെറുപ്രായത്തിൽ തന്നെ മക്കൾ റീൽസുകളുടെ 1 മിനിറ്റുകളുടെ ലോകത്താണ് നമ്മുടെ ഇളം തലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിനയങ്ങൾ, കോമഡികൾ, റീൽസുകൾ, ആ നിലക്കുള്ള തിന്മകളിലൂടെയാണ് നമ്മുടെ ഇളം തലമുറ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കോയയും സൈനയുമായി അഭിനയിക്കുന്ന ഇളം തലമുറ. അതുകൊണ്ട് കാണുന്ന കാഴ്ചകൾ ഒന്നും തന്നെ പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടതല്ല. ഒളി അജണ്ടകൾ വെച്ചുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ ലിബറൽ വാദികളുടെ ഭാഗത്തു നിന്നും കൃത്യമായി നടക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടകൾ ലിബറൽ വാദികൾക്കുണ്ട്. അഥവാ ധാർമ്മികമായ മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത വരും തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഇവരുടെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യമെന്നത് സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം പരിഷ്കാരങ്ങൾക്കെതിരെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മളൊക്കെ ബോധവാന്മാരാകണം. ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾ മനുഷ്യന് നൽകുന്ന സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങള് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ കാര്യം വളരെ വ്യക്തമാണ്. തലമുറക്കല്ല പ്രശ്നം, കാലഘട്ടത്തിനാണ് മാറ്റം സംഭവിച്ചത്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ തേട്ടത്തിനനുസരിച്ച് ആ മക്കളെ ഒരുക്കുന്നതോടൊപ്പം തന്നെ ധാർമ്മിക ബോധവും മൂല്യബോധവും മുറുകെ പിടിക്കാൻ നമ്മൾ അവരെ കൃത്യമായി പഠിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകൾ വളരെ മനീമസമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പ്രിയമുള്ളവരെ ഉള്ളത്. പ്രണയവും അഭിഹിതങ്ങളും അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പും അതിരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മുടെ മക്കൾ ഇന്ന് ക്യാമ്പസുകളിൽ പ്രിയമുള്ളവരെ ജീവിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് മുസ്ലിം പെൺകുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. മൈ റൈറ്റ്, മൈ ചോയ്സ്, മൈ ലൈഫ് എന്ന വാദവുമായി കൊണ്ടാണ് ഈ പുതിയ തലമുറ ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നത്. ഈ തലമുറയെ നന്നാക്കേണ്ട അധ്യാപകർക്ക് വരെ ഇടപെടാൻ പറ്റാത്ത സാഹചര്യങ്ങളെ പ്രിയമുള്ളവരെ കേരളക്കരയിൽ നമ്മൾ കണ്ടവരാണ്. പത്രമാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചവരാണ്. നിങ്ങളെ സ്വന്തം അധ്യാപകനെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന്റെ പേരിൽ സ്വന്തം അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന മക്കൾ വളരുന്ന കാലഘട്ടത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന കൃത്യമായ ബോധം പ്രിയമുള്ളവരെ നമുക്കുണ്ടാവണം. അധ്യാപകർക്കെതിരെ ഭീഷണി മുഴക്കുന്നവർ നോക്കൂ, നിങ്ങള് ഇവിടെ പുതിയ തലമുറ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സമഗ്രമായ സാമൂഹിക മുന്നേറ്റങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഏതു മതക്കാരും ഏതു രാഷ്ട്രീയക്കാരും ആവട്ടെ,
ഈ തലമുറയുടെ നന്മകൾ ആഗ്രഹിച്ചു ചേർന്നു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കലല്ല, അവിടെ നമ്മൾ മതം നോക്കലല്ല. എല്ലാവരും ഒത്തൊരുമയോടെ, എല്ലാ മതങ്ങളും ഒരുമിച്ച്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ചുകൊണ്ട് ഈ ഒരു ധർമ്മ സമരത്തിൽ പങ്കാളികളാകാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒപ്പം ധാർമ്മികത പറയാൻ ഇസ്ലാമിന് മാത്രമേ സാധിക്കൂ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ധാർമ്മികത അശ്ലീലമാണെന്ന് പറഞ്ഞു വളർത്തുന്ന ലിബറൽ കാലത്ത് ഈ ധർമ്മ സമരത്തിന്റെ കാഹളം മുഴക്കാൻ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടെയുള്ള മുഴുവൻ മതങ്ങൾക്കും പ്രിയമുള്ളവരെ സാധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളും പുതുതലമുറയുമാണ് പ്രശ്നമെന്ന് പറയുന്നവർക്ക് മുന്നിൽ ഇതാ വിസ്ഡം സ്റ്റുഡൻസിന്റെ വിദ്യാർത്ഥികൾ അതിന്റെ വസന്തം തീർക്കുകയാണ്. തെരുവുകളിലും ക്യാമ്പസുകളിലും സോഷ്യൽ മീഡിയയിലും കുടുംബങ്ങളിലും ഈ ഒരു ധർമ്മ സമരവുമായി ഇതാ വിസ്ഡം സ്റ്റുഡൻസിന്റെ വിദ്യാർത്ഥികൾ പ്രിയമുള്ളവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിസ്ഡം സ്റ്റുഡൻസ് അതിനു വേണ്ടി ഒരു അവസരം നിങ്ങൾക്ക് ഒരുക്കുകയാണ്. ഈ വരുന്ന 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ ഒരു മഹാസമ്മേളനം വിസ്ഡം സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ പ്രിയമുള്ളവരെ നടക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെ കൃത്യമായ ധാർമ്മിക ബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ആ സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മക്കൾ ആ സമ്മേളനത്തിൽ ഉണ്ടാവണം. അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മുടെ മക്കൾ പ്രിയമുള്ളവരെ അണിചേരേണ്ടതുണ്ട്. ആ മഹാസമ്മേളനത്തിലേക്ക് ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും, ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെ മക്കളെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു വാഹന പ്രചരണം നമ്മളൊക്കെ പ്രിയമുള്ളവരെ കണ്ടവരാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ മൂത്തേടം പഞ്ചായത്തിലൂടെ അതിന്റെ വാഹന പ്രചരണം കടന്നു പോവുകയുണ്ടായി. അതിന്റെ സമാപനമെന്ന നിലക്കാണ് ഈ അങ്ങാടിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും, ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും ജാതി മതഭേദമന്യേ ആ ഒരു സമ്മേളനത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ ആ ഒരു സമ്മേളനത്തിലേക്ക് നമ്മൾ അയക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങളെ, ഭാര്യാസന്താനങ്ങൾക്ക് ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങളെ കുറിച്ച് വിജ്ഞാനം പകർന്നു കൊടുക്കേണ്ടതും അവയനുസരിച്ച് ജീവിതം ശരിപ്പെടുത്താനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടതും കുടുംബനാഥനായ പുരുഷന്റെ ബാധ്യതയാണ്. പലപ്പോഴും പല കുടുംബങ്ങളിലും ഇത് ഫലപ്രദമായി നടക്കുന്നില്ല എന്നതാണ് പ്രിയമുള്ളവരെ യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരലോക ജീവിതത്തിലെ രക്ഷക്കായി കുടുംബത്തിന് കൃത്യമായ ധാർമ്മികമായ ബോധം നമ്മൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹു ഒരുക്കിയ സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം പ്രവേശിക്കാൻ മതമെന്തെന്ന് കൃത്യമായി നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക് കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആ നരകത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താനുള്ള മാർഗത്തെ ഞാനും നിങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഏ വിശ്വസിച്ചവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോ. ആ നരകമുണ്ടല്ലോ, വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകമാണത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിന് കൃത്യമായ ധാർമ്മികത പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഭർത്താവിന്റെ ഉപദേശം ഭാര്യയിൽ മാറ്റമുണ്ടാക്കുന്നത് പോലെ പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ കൃത്യമായി നമ്മുടെ മക്കളുടെ മനസ്സുകൾക്ക് മാറ്റമുണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഹല വാലിദുൻ വലദഹു മിൻ നഹ്ലിൻ അഫ്ളലു മിൻ അദബിൻ നസൽ. ഒരു പിതാവിനും തന്റെ മക്കൾക്ക് നല്ല തർബിയത്തിനേക്കാൾ വലിയ സമ്മാനം കൊടുക്കാൻ സാധ്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇല്ല എങ്കിൽ നാളെ പരലോകത്ത് ആ റബ്ബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആലയോട് പ്രിയമുള്ളവരെ ആ മക്കൾ പറയും, യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു
ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസ്വാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅൻ തുമ്മ യുൻജി. പടച്ചോനെ, എന്റെ ഉമ്മയെയും എന്റെ വാപ്പയെയും എന്റെ സഹോദരങ്ങളെയും എന്റെ സഹോദരിമാരെയും ഒക്കെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം കൊണ്ട് റബ്ബേ എന്ന് നാളെ പരലോകത്ത് മക്കൾ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ കുടുംബത്തിന് കൃത്യമായ തർബിയത്ത് പ്രിയമുള്ളവരെ നമ്മൾ പകർന്നു കൊടുക്കാൻ സാധിക്കണം. ദുനിയാവ് ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ സ്വന്തം മക്കളുടെ വളർച്ച പോലും മനസ്സിലാക്കാത്ത രക്ഷിതാക്കളുണ്ട്. മക്കളുടെ അതല്ലെങ്കിൽ മകന്റെ ക്ലാസ് ഏത് എന്ന് ചോദിച്ചാൽ, അവൻ പഠിക്കുന്നത് ഏത് സ്റ്റാൻഡേർഡിലാണ് എന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത രക്ഷിതാക്കളെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം മക്കൾക്ക് ഇപ്പൊ എത്ര വയസ്സായി എന്ന് ചോദിച്ചാല് പല രക്ഷിതാക്കൾക്കും അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരൽപ്പം ജാഗ്രത കാണിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ നിങ്ങൾ സമ്പാദിച്ചു കൊടുക്കുന്ന സമ്പത്തുക്കൾ അനുഭവിക്കാനുള്ള ഭാഗ്യം പോലും വരാനിരിക്കുന്ന തലമുറക്കുണ്ടാവില്ല എന്ന ഒരു ബോധം പ്രിയമുള്ളവരെ നമുക്കുണ്ടാവണം. അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന ആദർശബോധമുള്ള കുടുംബത്തിലെ പല രക്ഷിതാക്കളുടെ മക്കളും ഇന്ന് നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ കൂടെ പ്രിയമുള്ളവരെ പോയിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ വിശ്വാസത്തിന്റെ വഴികൾ അറിയാത്തവർ, മക്കളുടെ സ്വഭാവത്തിന്റെ വ്യതിയാനം അറിയാത്തവർ, ആൺകുട്ടികളുടേത് മാത്രമല്ല പെൺകുട്ടികളുടേത് പോലും. നമ്മുടെ പെൺകുട്ടികളൊക്കെ ആൺമക്കളെക്കാൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്താണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. നിയന്ത്രിക്കപ്പെടേണ്ട ഒന്നാം സ്ഥാനത്ത് പെൺകുട്ടികളായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. കലാലയ ക്യാമ്പസിൽ ആഘോഷങ്ങളിൽ കൊലവീടാനും കൂകി വിളിക്കാനും ശരീരത്തിൽ മറക്കേണ്ട ഭാഗങ്ങളെ മറക്കാതെ സ്റ്റേജിൽ തുള്ളാനും ഡാൻസ് കളിക്കാനും പെൺകുട്ടികൾ ആവേശം കാണിക്കുമ്പോ അതിന്റെ ജാള്യത മറക്കാൻ ആൺകുട്ടികൾ കണ്ണുതാഴ്ത്തുന്ന കാഴ്ച ഇന്ന് ക്യാമ്പസുകളിൽ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് രക്ഷിതാക്കളെ നമ്മൾ അറിയണം, രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്ന നമ്മുടെ പെൺകുട്ടികൾ ഏതൊക്കെ കൂട്ടായ്മയിൽ അവർ പങ്കെടുക്കുന്നുണ്ട്, ഏതൊക്കെ കൂൾബാറുകളിൽ ഒരേ ക്ലാസ്സിൽ നിന്ന് താൻ പ്രേമിക്കുന്ന, താൻ സ്നേഹിക്കുന്ന തന്റെ ബെസ്റ്റിയുടെ കൂടെ, തന്റെ സുഹൃത്തിന്റെ കൂടെ ഒരേ ഗ്ലാസിൽ നിന്ന് ഒരൊറ്റ സ്ട്രോ ഇട്ടുകൊണ്ട് ജ്യൂസ് കുടിക്കാൻ സൗകര്യം ഇന്ന് ഏതൊക്കെ കൂൾബാറുകളിലുണ്ട് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊക്കെ കടകളിലാണ് എന്റെ പെൺകുട്ടിക്ക്, എന്റെ ആൺകുട്ടിക്ക് പണം കൊടുക്കാതെ സാൻഡ്വിച്ചും ബർഗറും അതേപോലെ തന്നെ ഷവർമയും ഷവായയും ഒക്കെ തിന്നാൻ കിട്ടുന്നു എന്ന് കൃത്യമായി രക്ഷിതാക്കൾ അറിയേണ്ടതുണ്ട്. നേരം വെളുത്ത് ഓഫീസിലേക്കും ജോലിക്കും ദുനിയാവുണ്ടാക്കാൻ വേണ്ടി ഓടുന്ന പല രക്ഷിതാക്കളും പിന്നീട് സങ്കടം പറയും, എന്റെ മകളെ അങ്ങനത്തോളായിരുന്നില്ല, എന്റെ മകനൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, എന്റെ മകൾ അങ്ങനത്തെ ഒരു തിന്മയിൽ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അപകടത്തിൽ പെട്ടു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പിന്നീട് സങ്കടം പറയുന്ന പല മാതാപിതാക്കളുമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് പ്രേമവും ഒളിച്ചോട്ടവും കൂടി വന്നുകൊണ്ടിരിക്കുക. അതെല്ലാ മതത്തിലുണ്ട്, അതേതു മതത്തിലാണെങ്കിലും പ്രശ്നമാണ്. പെൺമക്കളെ ബാപ്പയില്ലെങ്കിലും അച്ഛനില്ലെങ്കിലും ഞാൻ ജീവിക്കും, എന്റെ ഉമ്മ പൊട്ടിക്കരഞ്ഞാലും വേണ്ടില്ല, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ജീവിക്കുമെന്ന്, എനിക്ക് തോന്നിയവന്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോകുമെന്ന്, അതേതു മതത്തിലുള്ളവനാണെങ്കിലും ശരി, എനിക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഞാൻ ഇറങ്ങിത്തിരിക്കും, അവന്റെ കൂടെ ഞാൻ ജീവിക്കുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ മക്കൾ മാറിത്തുടങ്ങി. പെൺകുട്ടികൾ മാത്രമല്ല, ലിബറലിസം എന്ന പേരിൽ ചില വിദ്യാർത്ഥി സംഘടനകൾ വരെ ഇത്തരം തിന്മകൾക്ക് കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കൃത്യമായി അവരുടെ അജണ്ടകളെ കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, മദ്യം അത് വിഷമാണ് എന്ന് എല്ലാവർക്കും അറിയാം, ലഹരി വിഷമാണ് എന്ന് എല്ലാവർക്കും അറിയാം.
ആ ലഹരിക്കടിമപ്പെട്ട് ആധുനിക യുവത, ആധുനിക വിദ്യാർത്ഥി സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ വിദ്യാർത്ഥികളിൽ തുടങ്ങി വലിയ വലിയ സാംസ്കാരിക നായകന്മാർ വരെ ഇന്ന് മദ്യത്തിനടിമയാവുകയാണ്. മദ്യപാനികൾക്ക് അഭയകേന്ദ്രമായി നിശാ ക്ലബ്ബുകളും ഹോട്ടലുകളും കള്ളുഷാപ്പുകളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും പെൺകുട്ടികൾ പോലും ഇതിന്റെ പ്രയോക്താക്കളാകുന്ന കാഴ്ച നിസ്സാരമല്ല എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. വിദ്യാഭ്യാസപരമായി ഏറെ ഉന്നതിയിലെത്തുമ്പോഴും ലോകം പ്രിയമുള്ളവരെ ലഹരി ഉപയോഗത്തിന്റെ വിഷയത്തിൽ നാണിപ്പിക്കുന്ന വളർച്ചയിലാണ് ഇന്ന് ലോകം, കേരളം പ്രിയമുള്ളവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൗതികമായ സാഹചര്യങ്ങളെ എത്ര ഉയർന്നിട്ടും ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ സമൂഹത്തിന് ഇന്ന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലഹരിക്കടിമപ്പെട്ടവൻ പെങ്ങളെ തിരിച്ചറിയുന്നില്ല, മദ്യത്തിനടിമപ്പെട്ടവൻ ഉമ്മയെ തിരിച്ചറിയുന്നില്ല, അവരെക്കാൾ മുതിർന്നവരെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. സ്വന്തം ഉമ്മ കുളിക്കുമ്പോ ആരെങ്കിലും മൊബൈൽ ഫോണിലൂടെ ഒളിക്യാമറയിൽ പകർത്താൻ ഒരു കുട്ടിയെ പ്രേരിപ്പിച്ചത് പ്രിയമുള്ളവരെ മദ്യപാനമാണ്, അവന്റെ ലഹരിക്കടിമയായിട്ടുള്ള ആ ഒരു സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനൊക്കെ നോക്കൂ, നിങ്ങളുടെ സ്വന്തം മകൻ വീട്ടിൽ വരുന്നത് ഭയക്കുന്ന മാതാപിതാക്കളുള്ള കാലം. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഉമ്മ പരാതി കൊടുക്കുക, സ്വന്തം മകനിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നു. സ്വന്തം മകൻ വീട്ടിലേക്ക് വരുന്നത് ഭയപ്പെടുന്ന അമ്മമാർ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത്, നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും ബലാത്സംഗങ്ങൾക്കും അധിക ആക്സിഡന്റുകൾക്കും പിന്നിൽ ഇന്ന് ലഹരി കാരണമായിരിക്കുന്നു എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം കൃത്യമായി ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തില് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് വിരോധിച്ചു എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ചു നോക്കാനുള്ള അമ്പകളും പൈശാചികമായ ഒരു മേച്ച വൃത്തിയാണ്. അതിനാൽ നിങ്ങളതൊക്കെ ഒഴിവാക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഅദാ ഫിൽ ഖംറി വൽ മൈസിർ. ഈ മദ്യത്തിലൂടെയും ഈ ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുക എന്നതാണ് പിശാചിന്റെ ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ അറിയാലോ നമുക്ക് ജാഹിലിയത്ത് എന്താ? ജാഹിലിയത്ത് ഇസ്ലാമിന്റെ തുടക്കവും ആ സമയത്തുണ്ടായ വിശ്വാസ ആചാരങ്ങളും ഒരുപാട് വായിച്ചും കേട്ടും പഠിച്ചവരാണ് നമ്മൾ. കള്ള് കുടിച്ച് ലഹരി ബാധിച്ച് പകലന്തിയോളം മുറിച്ചിടപ്പെട്ട ഈത്തപ്പന മരക്കഷ്ണങ്ങൾ പോലെ, മുറിച്ചിടപ്പെട്ട ഈത്തപ്പനത്തടികൾ പോലെ കള്ളിന്റെ കോപ്പയിൽ ചത്തുവീണ ഈച്ചയെപ്പോലും എടുത്ത് ആ ഈച്ചയുടെ ശരീരത്തിലുള്ള ആ കള്ള പോലും ഊറ്റിക്കുടിച്ച ജനതയായിരുന്നു ജാഹിലിയത്തിലെ ജനത എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. കള്ളിൽ നിന്നൊരു തുള്ളി താഴെ വീണാൽ ആ മണ്ണിൽ വീണ കള്ള് എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടുമോ എന്ന് ചിന്തിച്ചൊരു സമൂഹമായിരുന്നു ജാഹിലിയത്തിലെ അറബികൾ. അന്ന് മക്കയിലെ അധിക സ്ഥലങ്ങളും പ്രിയമുള്ളവരെ കള്ളുഷാപ്പുകളാണ്. അന്യനാട്ടുകാരായ ആളുകൾ പോലും മക്കയിലേക്ക് വന്നിരുന്നത് മൂക്കറ്റം കള്ള് കുടിക്കാനായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓരോ വീടിന്റെ ഫ്രണ്ടിലും ആണും പെണ്ണും വ്യത്യാസമില്ലാതെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് രാത്രിക്കു മാത്രം എനിക്കൊരു പെണ്ണിനെ വേണം, ഇന്നു രാത്രിക്കു മാത്രം എനിക്കൊരു ആണിനെ വേണമെന്ന്
ഏതെങ്കിലും ഒരു പെണ്ണിനെ അന്ന് കിട്ടിയില്ല എങ്കിൽ സ്വന്തം ഉമ്മയെയും സ്വന്തം മകളെയും സ്വന്തം പെങ്ങളെയും ഉപയോഗിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ജാഹിലിയ്യ കാലഘട്ടം എന്നത്, ജാഹിലിയ്യ സമൂഹം എന്നത്. ചരിത്രം പരിശോധിച്ചാൽ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്വന്തം കുടുംബത്തിലെ ജ്യേഷ്ഠനുജന്മാർ തമ്മിൽ പരസ്പരം ബന്ധത്തിലേർപ്പെട്ടിരുന്ന മാരകമായൊരു കാലഘട്ടമായിരുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലേക്ക് ഇസ്ലാം വ്യാപിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരേ കോമ്പൗണ്ടിന്റെ ഒരു മതിലിന്റെ അപ്പുറത്തുള്ള ഒട്ടകം ഇപ്പുറത്തുള്ള ഒരു ഇല തിന്നതിന്റെ പേരിൽ ഒരു ഒട്ടകം തൊട്ടടുത്ത വീട്ടിലെ മരത്തിൽ നിന്ന് ഇല ഭക്ഷിച്ചതിന്റെ പേരിൽ മാസങ്ങളും വർഷങ്ങളും യുദ്ധങ്ങൾ നടത്തുന്ന, കൈകാലുകൾ വെട്ടിമുറിക്കുന്ന, ആ കൈകാലുകൾ വെട്ടിമുറിച്ച് മരത്തിൽ കെട്ടിത്തൂക്കുന്ന, ആ തൂക്കിയിട്ട അവയവത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ജനതയായിരുന്നു ജാഹിലിയത്തിലെ അറബികൾ. വിശ്വാസപരമായി ഓരോ വീട്ടിലും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ബിംബങ്ങൾ അവരുടെ വീട്ടിലുണ്ടായിരുന്നു. ലാത്ത, ഉസ്സ, മനാത്തയുടെ ഖബറുകൾ ഒരു മനുഷ്യന്റെ ഉയരത്തിൽ അവർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അവരുടെ ദർഗയിലേക്ക്, അവരുടെ ഖബറിലേക്ക് സിയാറത്ത് പോയിരുന്ന ഒരു സമൂഹമായിരുന്നു ജാഹിലിയത്തിൽ അറബികളെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കാൻ കൊള്ളയും കൊലയും ചൂതാട്ടവും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം, അതാണ് ജാഹിലിയ കാലഘട്ടം. ആ ഒരു സമൂഹത്തിലേക്കാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശവുമായി, ഖുർആനിന്റെ സന്ദേശവുമായി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ളവരെ കടന്നു വരുന്നത്. ഞാൻ പറയുന്നത് അതുവരെ മക്കയിൽ ഇസ്ലാമില്ലെന്നല്ല, ഇസ്ലാമിൽ അനുഷ്ഠാനങ്ങളില്ല എന്നല്ല പറയുന്നത്. അവിടെ ഇസ്ലാമുണ്ട്, പക്ഷേ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒട്ടനവധി നാട്ടാചാരങ്ങളും മാമൂലികൾ കൊണ്ടും അതാണ് ഇസ്ലാം എന്ന് വിചാരിച്ച് നടന്നിരുന്ന വ്യക്തികളായിരുന്നു ജാഹിലിയത്തിലെ അറബികൾ. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ ഹജ്ജിനെ കുറിച്ച് പോലും ചരിത്രങ്ങൾ പ്രിയമുള്ളവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തെ യഥാർത്ഥ ഇസ്ലാം വരുന്നതിന് മുമ്പേ ആ കാലഘട്ടത്തെ പ്രിയമുള്ളവരെ ഹജ്ജുണ്ട്. എങ്ങനെയായിരുന്നു ഹജ്ജ്? സ്ത്രീകളെ രാത്രിയും പുരുഷന്മാർ പകലും പൂർണ്ണ നഗ്നരായി കഅബ തവാഫ് ചെയ്തിരുന്ന അറബികളായിരുന്നു അന്ന് ഇസ്ലാം അവിടെ വരുന്നതിന് മുമ്പ്, ഇസ്ലാം അവിടെ വ്യാപിക്കുന്നതിന് മുമ്പ്. ജാഹിലിയത്തിലെ അറബികൾ എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. അവർക്കന്ന് നമസ്കാരമുണ്ട്, പക്ഷേ നമസ്കാരത്തില് അവർ വന്നിരുന്നത് പ്രിയമുള്ളവരെ മദ്യപിച്ചുകൊണ്ടായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലാ തഖറബുസ് സ്വലാത്ത അൻതും സുകാറാ, നിങ്ങൾ ലഹരി ബാധിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തിന് വരരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തോട് പഠിപ്പിക്കുകയാണ്. ആ ഒരു സമൂഹത്തിലാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ പ്രകാശവുമായി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. തൗഹീദ് അവർക്ക് മനസ്സിലായപ്പോ പ്രിയമുള്ളവരെ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ ആ സമൂഹത്തിന് സാധിച്ചു. കള്ള് കുടിച്ച് ലഹരി ബാധിച്ച് നമസ്കാരത്തിന് വന്നിരുന്ന ജനതയോട് നിങ്ങൾക്ക് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ എന്ന ഖുർആനിന്റെ അധ്യാപനം അവർ കേൾക്കുകയാണ്. നോക്കൂ നിങ്ങളെ, മദ്യത്തെ വർണ്ണിച്ചുകൊണ്ട് കവിതകൾ പാടുകയും മരിച്ചാൽ മരണശേഷവും മദ്യം നുകരണമെന്ന് ആഗ്രഹിച്ച അങ്ങനെ പാട്ടുപാടിയ ജനതയായിരുന്നു ജാഹിലിയത്തിലെ അറബികൾ. ഇദാ മുത്തു ഫദ്ഫിന്നി ഇലാ ജംബി കറമത്തിൻ തുറവി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ വലാ തദ്ഫിനന്നി ബിൽ ഫലാത്തി ഫഇന്നനി അഖാഫു ഇദാ മാ മുത്തു അൻ ലാ അദൂഖുഹാ. ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചോട്ടിൽ മരണമാടണം, മരണശേഷവും എന്റെ എല്ലുകൾക്ക് അതിന്റെ നീര് നുകരാമല്ലോ എന്ന് പാട്ടുപാടിയൊരു ജനത. എന്നെ ഒരിക്കലും മുസ്ലിങ്ങളെ അല്ലെങ്കിൽ പൊതു മൈതാനിയിൽ, പൊതു ഖബർസ്ഥാനിൽ എന്നെ മറമാടരുത്. മരിച്ചു കഴിഞ്ഞാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറമാടണം. അതിന്റെ മാധുര്യം നുകരാൻ കഴിയാതിരിക്കുമോ എന്ന്
ഞാൻ ഭയപ്പെടുന്നു എന്ന് പാട്ടുപാടിയ ഒരു ജനതയോട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ? ആ ചോദ്യം കേട്ടതോടുകൂടി ആ സ്വഹാബാക്കളിൽ പ്രിയമുള്ളവരെ മദ്യം വിൽക്കുന്നവരുണ്ടായിരുന്നു, മദ്യം കുടിക്കുന്നവരുണ്ടായിരുന്നു, അതിന്റെ റീറ്റെയിൽ കച്ചവടക്കാർ ആ നമസ്കാരത്തിലുണ്ടായിരുന്നു, അതിന്റെ ഹോൾസെയിൽ കച്ചവടക്കാരുണ്ടായിരുന്നു, വീപ്പകളിൽ മദ്യം സ്റ്റോക്ക് ചെയ്ത് വെച്ചവരുണ്ടായിരുന്നു, കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ചവരുണ്ട്, അത് കുടിച്ചവരുണ്ട്. നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം കേട്ടതോടുകൂടി കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ചവർ ആ കോപ്പകൾ പ്രിയമുള്ളവരെ വലിച്ചെറിയുകയാണ്. സ്റ്റോക്ക് ചെയ്ത് വെച്ച ആളുകൾ അതിന്റെ വീപ്പകൾ അവർ തല്ലിയുടച്ചു. മദീന തെരുവിൽ ഒരു കള്ളിന്റെ ചാല് തന്നെ, പുഴ തന്നെ ഒഴുകി എന്നത് പ്രസംഗത്തിന്റെ ഭംഗി കൂട്ടാൻ ഒരു ആലങ്കാരികമായ പ്രയോഗമായിട്ടല്ല പ്രിയമുള്ളവർ പറയുന്നത്. ചരിത്രം പരിശോധിച്ചാൽ കൃത്യമായി കാണാം, മദീന തെരുവുകളിൽ മദ്യത്തിന്റെ പുഴ ഒഴുകി എന്നത് ചരിത്രങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, കള്ളിന്റെ ഒരു ചാല് ഒഴുകി എന്ന് മാത്രമല്ല, ആ കള്ള് മുഴുവൻ ചെന്ന് ഒരു കുഴിയില്, ഒരു വലിയൊരു കുഴിയിൽ ഇങ്ങനെ അത് കെട്ടി നിൽക്കുകയാണ്. ആ കുഴിയിൽ ഒരു കള്ളി മുൾച്ചെടി വളർന്നു. ആ കള്ളി മുൾച്ചെടി ഒരു ഒട്ടകം തിന്നാണ്. ആ ഒട്ടകം അത് തിന്നതിന്റെ പേരിൽ ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥയായ സ്ത്രീ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കൃത്യമായി നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ അവരുടെ മനസ്സിലേക്ക് എത്രത്തോളം സ്വാധീനമുണ്ടാക്കി എന്നതിന്റെ നേർക്കാഴ്ചയാണ്, നേർചരിത്രമാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ സ്ത്രീ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഒട്ടകം ആ കുഴിയിലുള്ള, ആ മദ്യം കെട്ടി നിൽക്കുന്ന കുഴിയിലുള്ള കള്ളിമുൾച്ചെടി എന്റെ ഒട്ടകം ഭക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒട്ടകത്തിന്റെ പാല് ഹലാലാകുമോ? ആ ഒട്ടകത്തിന്റെ മാംസവും അതിന്റെ പാലും എനിക്ക് അനുവദനീയമാകുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ആ സമൂഹത്തിന്റെ മനസ്സ് മാറിയത് എന്തുകൊണ്ട്? ഇതിലെ ശരിയും തെറ്റും കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലായി. പിന്നീട് ഒരിക്കൽ പോലും അവർ ആ കല്ല് കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് പ്രിയമുള്ളവരെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. പിന്നീട് 23 കൊല്ലം കൊണ്ട് ലോകം പ്രിയമുള്ളവരെ കണ്ടത് അത്ഭുതകരമായ മാറ്റങ്ങളാണ്. അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്ന രംഗം പ്രവാചകരെ താങ്കൾ കാണുക. കുൻതും ഖൈറു ഉമ്മ, നിങ്ങളാണ് ലോകത്തിലെ ഉത്തമരായ ജനത എന്ന് അല്ലാഹുവിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി ആ ജനതയെ തിരിച്ചു കൊണ്ടുവരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ കൊണ്ട് സാധിച്ചു എന്നത് പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളം സാധിച്ചു? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ സുജൂദ് ചെയ്തിരുന്നവർ, ഏതെങ്കിലും കബറുകൾ ഒരു ചാണിന്റെ ഉയരത്തിൽ പൊന്തിയിട്ടുണ്ട് എങ്കിൽ ആ കബറിനെ തട്ടി നിരപ്പാക്കുകയും അതിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആരെയെങ്കിലും കണ്ടാൽ അള്ളാഹുവിന്റെ ശത്രു എന്ന് വിളിച്ച് അവരെ ആട്ടിയോടിക്കുന്ന അവസ്ഥയിലേക്ക് ആ സമൂഹം മാറിയത് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളാണ്. സ്വന്തം കൃഷിയുള്ളവർ ഇല്ലാത്തവർക്ക് പകുതി ഭാഗം ദാനമായിട്ട് കൊടുക്കുക. ആര്? ഈ മദ്യത്തിനടിമപ്പെട്ട് സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ച, സ്വന്തം പെങ്ങളെ വ്യഭിചരിച്ച, സ്വന്തം കുടുംബത്തിലെ പെൺമക്കളെ വ്യഭിചരിച്ച ജാഹിലിയ്യത്തിൽ അറബികൾക്കുണ്ടായ മാറ്റം എത്രത്തോളം ഉണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. സ്വന്തമായി കൃഷിയുള്ള ആളുകൾ ഇല്ലാത്തവർക്ക് പകുതി ഭാഗം ദാനമായിട്ട് കൊടുക്കുക.
അയൽവാസികൾക്ക് കൊടുക്കാം. അയൽവാസി പട്ടിണിയായപ്പോ ജാതി നോക്കാതെ മതം നോക്കാതെ വിശന്ന് കിടക്കുന്നവന്റെ വീട്ടിലേക്ക് ആ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പ്രിയമുള്ള സ്വഹാബാക്കൾക്ക് സാധിച്ചത് ഈ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ, അതോടൊപ്പം തൗഹീദ് അവർക്ക് കൃത്യമായി മനസ്സിലായപ്പോഴാണ്. സ്വന്തം വീട്ടിൽ വിശന്ന് കിടക്കുന്ന മക്കൾക്കും ഭാര്യക്കും ആ ഭക്ഷണം കൊടുക്കാതെ തന്റെ വീട്ടിലേക്ക് കടന്നു വന്ന അതിഥിക്ക് ആ ഭക്ഷണം കൊടുക്കാൻ അവരുടെ മനസ്സ് പ്രേരിപ്പിച്ചത് പ്രിയമുള്ളവരെ ഇസ്ലാം എന്താണ് എന്ന് കൃത്യമായി ആ സമൂഹം മനസ്സിലാക്കിയപ്പോഴാണ്. ഖുർആൻ എന്ത് എന്ന് കൃത്യമായി അവർ മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടായത്. പ്രിയമുള്ളവരെ, ലഹരിയുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം കൃത്യമായി വിരോധിച്ചിട്ടുണ്ട്. നിങ്ങൾ യമനിലേക്ക് തന്നെ പ്രബോധനത്തിനായി പറഞ്ഞയക്കുന്ന വേളയിൽ അവിടുത്തെ ജനങ്ങളെ തേനിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ലഹരിവാണീയത്തിന്റെ വിഷയത്തിൽ എന്തു നിലപാട് എടുക്കണമെന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരിയുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ്. അത് കള്ളാണെങ്കിലും, അത് ബീറാണെങ്കിലും, അത് വലിയാണെങ്കിലും, അത് ചുണ്ടിനടിയിൽ വെക്കുന്നതാണെങ്കിലും, അത് മിഠായി രൂപത്തിലുള്ളതാണെങ്കിലും, പൊടി രൂപത്തിലുള്ളതാണെങ്കിലും, സിറിഞ്ച് രൂപത്തിലുള്ളതാണെങ്കിലും, അത് അളവ് കൂടിയാലും അളവ് കുറഞ്ഞാലും എല്ലാം ഹറാം. അതാ ഇസ്ലാമിന്റെ കൽപ്പന. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. എല്ലാ ലഹരിയും മദ്യമാണ്, എല്ലാ മദ്യവും നിഷിദ്ധമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ചികിത്സക്ക് വേണ്ടി പോലും ലഹരി ഉപയോഗിക്കരുത് എന്ന ഇസ്ലാമിന്റെ നിലപാട്. ചില ആളുകൾ പറയാറുണ്ട്, ഇന്ന അസുഖത്തിന് ബീർ കുടിക്കുന്നത് നല്ലതാണ്, ഇന്ന രോഗത്തിന് ഇന്ന ലഹരി അല്ലെങ്കിൽ ഇന്ന സാധനം നല്ലതാണ് എന്ന് ചില ആളുകളൊക്കെ ഫത്വ കൊടുക്കും. മദ്യം ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നഹാ ലൈസത് ബിദവായിൻ വലാകിന്നഹാ ദാഉൻ. നിശ്ചയമായും അത് മരുന്നല്ല, അത് രോഗമാണ് എന്ന് പ്രവാചകൻ ആ സ്വഹാബിയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് ഉപയോഗിച്ചാലുള്ള ഭവിഷ്യത്ത് എന്ത് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചു. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. മദ്യം അത് മ്ലേച്ഛതകളുടെ മാതാവാണ് എന്ന് ഇസ്ലാം പറയാ. വൻ പാപങ്ങളിൽ ഒന്നാണ് മദ്യം. മൻ ശരിബഹ, ആരെങ്കിലും ആ മദ്യം കുടിച്ചാൽ അത് പൊടിയാണെങ്കിലും വലിയാണെങ്കിലും ചുണ്ടിനടിയിൽ വെക്കുന്നതാണെങ്കിലും പ്രിയമുള്ളവരെ ഏത് രൂപത്തിലുള്ളതാണെങ്കിലും ശരി, മൻ ശരിബഹ, അത് കഴിക്കുന്നവൻ വകാല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, അവൻ തന്റെ സ്വന്തം ഉമ്മയെയും മാതൃ സഹോദരിയെയും പിതൃ സഹോദരിയെയും വ്യഭിചരിച്ചതിന് തുല്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിന്റെ ഗൗരവത്തെ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സിഗരറ്റ് വലിക്കുന്നവരെ, ചുണ്ടിനടിയിൽ തമ്പാക്ക് വെക്കുന്നവരെ, ഹാൻഡ്സ് വെക്കുന്നവരെ, മദ്യം കുടിക്കുന്നവരെ, പൊടി വലിക്കുന്നവരെ, പ്രിയമുള്ളവരെ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന്, സ്വന്തം സഹോദരിയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ആ മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നാശമുണ്ട്, അവർക്ക് ശാപമുണ്ട് എന്ന് വിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലാഹുവിന്റെ ശാപമുണ്ട്. അൽ ഖംർ, മദ്യത്തെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ലഅന അല്ലാഹുൽ ഖംറ, മദ്യത്തെ അല്ലാഹു തആല ശപിച്ചിരിക്കുകയാണ്. വലഅന ശാരിബഹാ വസാഖിയഹാ, അത് കുടിക്കുന്നവനെയും അത് കുടിപ്പിക്കുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുക. വആസിറഹാ വമുഅ്തസിറഹാ, അത് പിഴിഞ്ഞ് മദ്യമുണ്ടാക്കിയവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. വബായിഹാ വമുബ്താഅഹാ, അത് വിൽക്കുന്നവനെയും അത് വാങ്ങുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുക. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പരിസര പ്രദേശത്തുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന കടകളിൽ സിഗരറ്റ് വിൽക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയാ,
ലഹരി മദ്യം അൽ ഖംർ എന്ന് പറഞ്ഞാല് അത് കള്ളു മാത്രല്ല, ലഹരി പദാർത്ഥങ്ങളൊക്കെ ഇതിൽ പെടും. അവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അത് കുടിക്കുന്നവനെയും അത് കുടിപ്പിക്കുന്നവനെയും, അത് വലിക്കുന്നവനെയും അത് വലിപ്പിക്കുന്നവനെയും, അത് പീഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നവനെയും അത് വിൽക്കുന്നവനെയും അത് വാങ്ങുന്നവനെയും, മദ്യം ചുമക്കുന്നവനെയും അത് വഹിപ്പിക്കുന്നവനെയും അല്ലാഹു തആല ശപിച്ചിരിക്കുക. അതിന്റെ മൂല്യം കൊണ്ട്, അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ഭുജിക്കുന്നവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് എവിടെ ശപിച്ചിരിക്കുന്നു? ഹദീസിൽ കാണാൻ പ്രിയമുള്ളവരെ, ദുനിയാവിൽ വെച്ചു തന്നെ, ഈ ലോകത്ത് വെച്ചു തന്നെ അല്ലാഹു തആല അവരെ ശപിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. മാത്രമല്ല പരലോകത്ത് അവർക്ക് ശിക്ഷയായി കുടിക്കാൻ കൊടുക്കുക, വിശപ്പിനും ദാഹത്തിനും അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് തീനത്തുൽ ഖബാലാണ്. എന്താ തീനത്തുൽ ഖബാല്? നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ചലവും നീരുമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ളവരെ പഠിപ്പിക്കുന്നു. ആ നരകത്തിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താനാണ് വിസ്ഡം സ്റ്റുഡൻസ് ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയത്തിൽ ഈ ഒരു ദൗത്യവുമായി പ്രിയമുള്ളവരെ ഇറങ്ങിയിരിക്കുന്നത്. മെയ് 11-ന് പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന ഈ വിസ്ഡം സ്റ്റുഡൻസിന്റെ ഈ വലിയ മഹാസമ്മേളനത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥിനികളെയും സഹോദരങ്ങളെയും ജാതി മതഭേദമന്യേ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മഹല്ലില്, ഞാൻ സംസാരിക്കുന്ന വിസ്ഡത്തിന്റെ ഈ മഹല്ലിൽ അവർക്ക് ആ മക്കൾക്ക് പോകാനുള്ള വാഹന സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ ആ ഒരു സമ്മേളനത്തിലേക്ക് നമ്മൾ പറഞ്ഞേക്കണം. മഹല്ലിൽ പെടാത്ത എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ, അത് ഏതു മതക്കാരായിക്കോട്ടെ, ഏതു മതക്കാരാണെങ്കിലും ആ മക്കളെ പറഞ്ഞയക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പേര് കൊടുക്കണമെന്ന് കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തും. ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. മക്കൾക്ക് ധാർമ്മികത പകർന്നു നൽകുന്ന നല്ല രക്ഷിതാക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മെയ് 11-ന് പെരിന്തൽമണ്ണയിലേക്ക് വീണ്ടും എല്ലാവരെയും പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ ഇരുത്തം സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്റെ ശബ്ദം ഈ പരിസര പ്രദേശത്ത് നിന്നും അല്ലാതെയും എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.